ആർക്ക് ആണോ? എന്നാ പോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താ പറയുന്നത്, ഇന്ന് വാവച്ചിക്ക് എന്താ പറയുക കോൾ അടിച്ചു എന്ന് പറയാട്ടോ. എന്ന് വെച്ചാൽ ഒരു 100 ദർഹത്തിന് നമ്മളിന്ന് ഡ്രസ്സ് വാങ്ങിച്ച് കൂട്ടാൻ പോവാണ്. അത് വാവച്ചിക്ക് മാത്രമായിരിക്കും കേട്ടോ. എന്താ അങ്ങനെ പറയാൻ കാരണം, ഇന്നലെ ഒരു ചലഞ്ച് വീഡിയോ കണ്ടിരുന്നില്ലേ? അപ്പോൾ ആ ചലഞ്ച് വീഡിയോയിൽ നമ്മുടെ ഇവാനിയാണ് ജയിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇവാനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഇവാനിക്ക് 100 ദർഹത്തിന് നമ്മൾ ഡേ ടു ഡേ പോയിട്ട് കുറേ ഡ്രസ്സ് വാങ്ങാൻ ഓർത്തു. അല്ല വാവച്ചി? വാവച്ചി ഹാപ്പിയാണോ ഡ്രസ്സ് വാങ്ങാൻ പോവാൻ? എത്ര ഡ്രസ്സ് വാങ്ങണം? കുറേ ഡ്രസ്സ് വാങ്ങണോ? ആ 100 ദർഹം ഇല്ലേ, ആ 100 ദർഹത്തിൽ എന്തോരം ഡ്രസ്സ് വാങ്ങാൻ കിട്ടുന്നോ അത്രേ ഡ്രസ്സ് വാങ്ങത്തുള്ളൂ കേട്ടോ. അത് കൂടുതലൊന്നും വാങ്ങത്തില്ല. വേറെ എന്തെങ്കിലും വാങ്ങണോ വാവച്ചിക്ക്? ബജാജ് വാങ്ങണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ വാവച്ചിക്ക് ഇന്നലെ നടന്ന ചാലഞ്ചിൽ ജയിച്ചത് കൊണ്ട് മാത്രം ഉള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ വാവച്ചി. ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ ആണോ? ഓക്കേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡേ ടു ഡേ എന്തിനാ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഡേ ടു ഡേ സാധനങ്ങൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ കാര്യം വിലക്കുറവാണ്. അതുമാത്രമല്ല ഡ്രസ്സൊക്കെ നമ്മൾ ഇപ്പം നല്ല ഡ്രസ്സൊക്കെ അവിടെയുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും. അങ്ങനെ പിള്ളേരുടെ ടോയ്സ്, പിന്നെ പിള്ളേർക്കുള്ള ആവശ്യത്തിനുള്ള എന്ത് സാധനവും ഡേ ടു ഡേ കിട്ടും. വിലക്കുറവാണ്. പക്ഷേ എന്താ പ്രശ്നം, നല്ല നോക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനം കിട്ടും. അപ്പോൾ ഇവിടെ ദുബായിൽ ഡേ ടു ഡേയിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്തുള്ളതാണ് അൽബർഷ ബ്രാഞ്ചസ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും ഡേ ടു ഡേയിൽ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമാണ്, കാരണം ഷോപ്പിംഗ് ഡേ ആണല്ലോ. നിനക്ക് പിന്നെ സന്തോഷമായിരിക്കുമല്ലോ ഒന്നേക്കാളുള്ള ഡ്രസ്സ് വാങ്ങുന്നേ. എനിക്ക് പിന്നെ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. എൻ്റെ ആവശ്യക്കാണ് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അതേ സ്വഭാവത്തിൽ ഓപ്പോസിറ്റ് സ്വഭാവമാണിത്. ഷോപ്പിങ്ങേ ഇഷ്ടമല്ല. ഷോപ്പിങ്ങിന് പോകുമ്പം ഇച്ചാനെ കൊല വിളിക്കുന്ന രീതിയായിരിക്കും. കാരണം അങ്ങനത്തെ ഫേസ് റിയാക്ഷനൊക്കെ കാണിക്കും. അതായത് കണ്ണൊക്കെ ഉരുട്ടിപ്പിടിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പം എനിക്ക് തന്നെ പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുമ്പം ഞാനും വാവച്ചും ഷോപ്പ് ചെയ്യും. ഉച്ചാൻ പോയിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ വാങ്ങും. കാരണം ആ സമയം ടാലി ചെയ്യാമല്ലോ. എൻ്റെ ഷോപ്പിംഗ് ഇത്തിരി സമയം എടുക്കണം. കാരണം ഞാൻ ഒരു സാധനം നോക്കി കുറേ സമയം എടുത്ത് വാങ്ങുന്ന സ്വഭാവമാണ് എനിക്ക്. കുറച്ച് ഷോപ്പിങ്ങിന് സമയം എടുക്കും എനിക്ക്. അത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്യുമ്പം ഇച്ചാൻ പച്ചക്കറികളും മറ്റേ വീടും സാധനങ്ങളും വാങ്ങിച്ച് നമ്മുടെ സമയം ടാലിയാക്കാൻ വേണ്ടി ഇന്ന് പോകും. അങ്ങനെ അല്ലേ ആച്ചി? അങ്ങനെ നമ്മൾ ഡേ ടു ഡേയിലെത്തി. വാവച്ചി ഉറക്കമായി. വാവച്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് ഡേ ടു ഡേ പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഡേ ടു ഡേ ആദ്യം കയറി വാവച്ചിക്ക് ഒരു അടിപൊളി ഹെയർ ബാൻഡ് എടുത്തിട്ടോ. കുറേ ചൂസ് ചെയ്ത് നോക്കി. പക്ഷേ വാവച്ചിക്ക് ഇഷ്ടമായത് ഈ ഹെയർ ബാൻഡാണ്. അതങ്ങനെ നമ്മൾ വാങ്ങിച്ചു. അതെടുക്കണുണ്ടോ നോക്കട്ടെ? അത് വലുതാ, അത് ചെറുതെടുക്കാം. ഫസ്റ്റ് നമുക്ക് വാവച്ചിക്ക് സ്വിമ്മിങ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? സോ നമുക്ക് ഫസ്റ്റ് സ്വിമ്മിങ് ഡ്രസ്സ് എടുക്കാം. ഓക്കെ.
അതാണ് എടുക്കുന്നേ? അത് വലുതല്ലേ? കൊള്ളൂലേ? വേറെ എടുത്തരാമ്പാ. വലുതല്ലേ അത്? വാവച്ചി ഇപ്പം ഏതാ എടുക്കുന്ന ഡ്രസ്സ്? വാവച്ചി ഇവിടെ കുറേ കണ്ടു എല്ലാ ഡ്രസ്സും, പക്ഷേ ഒക്കെ വലുതാണ് വാവച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സ് എടുപ്പുണ്ട്, അത് എടുക്കാം നമുക്കിനി. അങ്ങനെ നമ്മൾ വാവച്ചിക്ക് ഡേ ടു ഡേ എന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ 100 ദിർഹം എന്നല്ലേ പറഞ്ഞേ, പക്ഷെ നമുക്ക് 167 ദിർഹമായിപ്പോയി. അപ്പോൾ അല്ലേ വാവച്ചി കോളായല്ലോ? വാവച്ചി കോളായല്ലോ. വാവച്ചി കാറൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചത്. വാവച്ചിക്ക് വിശക്കുവാന്ന് പറഞ്ഞു, പിന്നെ എനിക്കും വിശക്കുമായിരുന്നു, പിന്നെ ഇച്ചാനും വിശക്കുമായിരുന്നു. അങ്ങനെ നമ്മളിതേ തല തിരിച്ചു പിടിച്ചോ കഴിക്കാനായിട്ട് വന്നു അല്ലോ വാവച്ചി. അങ്ങനെ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ചത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പൊ നമ്മൾ ഇന്നലെ ഡേ ടൂഡിലൊക്കെ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ സീനായി പോയോ? അപ്പൊ നമ്മൾ ഡേ ടു ഡേ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വാവച്ചിക്ക് ഉറക്കം വന്നു, ക്ഷീണമായിപ്പോയി അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്നലെ എന്തൊക്കെ വാങ്ങിച്ച ഡ്രസ്സ് എന്നൊക്കെ കാണിച്ചു തരാം അല്ലേ? നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞ 100 ദിർഹത്തിന് ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്, 100 ദിർഹത്തിന് മാത്രം ഡ്രസ്സ് വാങ്ങാം, പിന്നെ നമുക്ക് വാങ്ങണ്ട എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ പോയപ്പോഴത്തേക്കും വാവച്ചിക്ക് ടോയ് വാങ്ങണം, അത് വാങ്ങണം എന്ന് ഭയങ്കര ഒരു വാശിയല്ല, ഒരു ടോയ് കണ്ടു. ആ ടോയ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഏത് ടോയ് എന്ന് കാണിച്ചു വാവച്ചി? ഇതെന്നാണ് സംഭവം. ഇത് അങ്ങനെ വാങ്ങിച്ചു. ഇതിൻ്റെ കൂടെ ബ്ലാങ്കറ്റും കിട്ടിയിട്ടാ. ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ വയറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് വാവച്ചി ഇങ്ങനെ പോയി നോക്കിയപ്പം ഈ സംഭവം കണ്ടു. അപ്പോഴത്തേക്കും വാവച്ചി ഇത് വാങ്ങിച്ചു അല്ലേ വാവച്ചി? പക്ഷേ ഈ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ ചെറിയ ബ്ലാങ്കറ്റാണ് കണ്ടോ, കുഞ്ഞു വാവക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്ലാങ്കറ്റാണ് ഇത്. അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 20 ദിർഹമായിരുന്നേ. ഇതും ആ ബ്ലാങ്കറ്റും കൂടിയാണ് 20 ദിർഹത്തിന് കിട്ടിയത്. പക്ഷേ നഷ്ടമൊന്നുമില്ല, കാരണം ബ്ലാങ്കറ്റും കിട്ടി, ടോയും കിട്ടി അല്ലേ വാവച്ചി? അങ്ങനെ ആദ്യമായിട്ട് വാവച്ചി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് കേട്ടോ ഇന്നലെ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ വാവച്ചി? അപ്പം ഇന്നലെ ഒരു അടിപൊളി ക്യൂട്ട് ഡ്രസ്സ് വാവച്ചിക്ക് കിട്ടി. ഇത് നമ്മൾ ഡേ ടു ഡേ എന്നാണ് വാങ്ങിച്ചത്. ഡേ ടു ഡേയിൽ കുറേ ഡ്രസ്സ് ഉണ്ടാവും, നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ക്യൂട്ട് ഡ്രസ്സ് കിട്ടും, വിലക്കുറവായിരിക്കും കേട്ടോ. അപ്പം എന്നാലും നമ്മൾ വാങ്ങിച്ച ഒരു ക്യൂട്ട് ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാവച്ചിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇത് ഇത്തിരി ലൂസാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ലേ വാവച്ചി? അല്ലേ? ഇത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഇത് വാവച്ചിക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇതിന് എത്രയാന്ന് ചോദിച്ചാൽ ഇതിന് 10 ദിർഹമാണ് കേട്ടോ. 10 ദിർഹത്തിന് ഇത് അടിപൊളി ഒരു ക്യൂട്ട് ഡ്രസ്സാണല്ലേ വാവച്ചി? ഇത് വാവച്ചിക്ക് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല എല്ലാം, ഇനി ഇട്ട് നോക്കിയിട്ട് വേണം ഞാൻ ഫോട്ടോയൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഡേ ടു ഡേയിൽ പോവുകയാണെങ്കിൽ നല്ല നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും. നിങ്ങളൊന്ന് പോയി നോക്ക്. ദുബായിലുണ്ട്, ദുബായിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ഇന്നലെ അടുത്ത് അൽബർഷിലായിരുന്നു നമ്മൾ അൽബർഷിലെ പോയത്. പക്ഷേ എനിക്കുണ്ടല്ലോ ഡേ ടു ഡേ പോവുകയാണെങ്കിൽ ഡെയ്റ സിറ്റി സെൻറ്ററിലെ അവിടുത്തെ ഡേ ടു ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ പിള്ളേർക്ക് മാത്രമല്ല നമുക്കും കുറേ ഡ്രസ്സ് കിട്ടുമല്ലോ, ആ ഡ്രസ്സസൊക്കെ അവിടെ അടിപൊളിയായിരിക്കും കളക്ഷൻ. നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല നല്ല ഡ്രസ്സ് കിട്ടും. പക്ഷേ നമുക്ക് ഇത്തിരി സമയം എടുക്കും.
ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിടെ പോവുകയാണെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രശ്നമോ എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെ കൊണ്ടുവിട്ടാൽ മതി. ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ നോക്കിയൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അല്ലേ വാവച്ചി? വാവച്ചിക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഓ പിന്നെ എന്നിട്ടാണ് അവിടെ പോയിട്ട് ഇന്നലെ കുറേ സാധനങ്ങൾ എടുത്ത് നോക്കിയത്. എനിക്ക് ഇഷ്ടമല്ല അല്ലേ? അപ്പൊ ഇനി ഞാൻ തന്നെ വെക്കോട്ടെ? അപ്പൊ നിനക്ക് ഷോപ്പിംഗ് ഇഷ്ടം അല്ലേ? പിന്നെ നമ്മൾ അടുത്ത ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു സ്വിമ്മിങ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വാവച്ചിക്ക് സ്വിമ്മിങ് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്വിമ്മിങ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ വാവച്ചി? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ മിക്കി മൗസിൻ്റെ ഒക്കെ ഒരു പിക്ചറാണ് വന്നേക്കുന്നത്. അപ്പോൾ വാവച്ചി ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തു ഇല്ലേ കണ്ണ? അപ്പോൾ ഇതിന് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിന് 15 ദർഹമാണ് കേട്ടോ, 15 ദർഹമായിപ്പോൾ ഇതിന്. അപ്പം അങ്ങനെ വാവച്ചി സ്വിമ്മിങ് പഠിക്കാൻ പോവാണല്ലേ? ഇഷ്ടമായോ? അങ്ങനെ ഒരു സ്വിമ്മിങ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതെ വാവച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടോ, ഇത് നമ്മൾ ഇന്നലെ ഡേ ടു ഡേ വാങ്ങിച്ച ഒരു വൈറ്റ് വിത്ത് പിങ്ക് കോംബോ ഉള്ള ഡ്രസ്സാണ് അല്ലേ? ഇത് ഇഷ്ടമായോ ഡ്രസ്സ്? ഇതിനകത്ത് ഡാഡീസ് ഗേൾ മമ്മീസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞപ്പം തന്നെ ഞാനിത് അങ്ങ് എടുത്തു അല്ലേ? നമ്മളങ്ങ് എടുത്തു. അപ്പം ഇതിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് ഞാനിത് ബില്ല് നോക്കട്ടെ, ഞാൻ മറന്നു ഇതിൻ്റെ അകത്ത് എത്രയാണ്. ഇതിനും ഏകദേശം ഒരു എന്താ പറയുക 12 ദർഹമായിട്ടുണ്ട് കേട്ടോ. 12 ദർഹമായിട്ടുണ്ട്. സ്വിമ്മിങ് ഡ്രസ്സിന് മാത്രം 15 ദർഹമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ 10-12ഒക്കെയാണ് വരുന്നത്. പിന്നെ മറ്റേ ബേബി ബ്ലാങ്കറ്റ് വിത്ത് പപ്പി ഇല്ലേ, ഇതിന് മാത്രമാണ് 20 ദർഹമായത്. പിന്നെ വാവച്ചിക്കൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ വെറുതെയാണ്, പാലൊന്നും കുടിക്കാത്തത് കൊണ്ട് വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കാം അല്ലേ വാവച്ചി? ഇതിന് എത്ര ദർഹാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദർഹമായിട്ടുണ്ട്, 4. സോ ഇങ്ങനത്തെ ക്യൂട്ട് ഗ്ലാസസ് ഒക്കെ ഡേറ്റുകളിലുണ്ട്. അപ്പം ഇഷ്ടമുള്ളവർ ഇപ്പോൾ ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സൗണ്ടൊക്കെ പോയി ഇന്നലെ വാവച്ചിൻ്റെ അടുത്ത് സംസാരിച്ചു അല്ലേ വാവച്ചി? ഇനി അടുത്ത് നമുക്ക് എന്താ കാണിക്കണ്ടേ? ദേ വാവച്ചി എടുത്തു മമ്മ കാണിച്ചു. ഇത് അങ്ങനെ വേറൊരു ഷർട്ട് വിത്ത് ട്രൗസർ പോലത്തെ ഒരു കോംബോ ആണ് കേട്ടോ. കാണിച്ചോ. ഇതിന് വന്നിട്ട് ഇവിടെയാണ് ബില്ല്. ഇതിന് 10 or 12 ആയിട്ടുണ്ട് ഇതിന് സംഭവം, ഈ ഡ്രസ്സിന് കേട്ടോ. ഇതേപോലെ തന്നെ അതേ കോംബോയിൽ വരുന്ന അതേ പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. 1 രൂപയോ? 1 രൂപയ്ക്ക് ആര് തരും നിനക്ക് ഡ്രസ്സ്? 12 ദിർഹമാണ്. 12 ദിർഹമാണ്. അപ്പൊ ഇതേപോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഡ്രസ്സും. ഇതിനും സെയിം കോസ്റ്റ് ആണ് വരുന്നത്, 12 ദിർഹമാണ്. അപ്പം ഇതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഓരോ ദിവസം പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതൊരു അടിപൊളി കളറാണ്, ബ്രൗൺ കളറും ഗ്രീൻ കളറുമാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലേ വാവച്ചി? പക്ഷെ ഇത് ഇത്തിരി വലുതാണോ എന്നൊരു സംശയമുണ്ട് വാവച്ചി. എനിക്ക് അവിടെ വെച്ച് ഇട്ട് നോക്കാൻ വാവച്ചി സമ്മതിച്ചേ ഇല്ല, അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അടുത്തത് വാവച്ചിക്ക് വാങ്ങിച്ചത് വാവച്ചത് എന്താണിത്? ഇതിന്റെ പേരെന്താണ്? തല വെക്കുന്നത് എന്താണിത്? അങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതിന് എത്രയാ നോക്കട്ടെ. ഇതിന് 4 ദിർഹം. അല്ലല്ല 4 അല്ലല്ല, സോറി 5 ആണ് കേട്ടോ. അപ്പം മര്യാദക്ക് വെക്കണോ? ഇത് ബില്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അമ്മ വച്ചരാ വെളിയിൽ പോകുമ്പോൾ. ഓക്കെ നോക്കട്ടെ, നല്ല തൊട്ടുണ്ട്. ഇതിനിപ്പോൾ 5 ആണ് കേട്ടോ. ഇഷ്ടമായോ ഇത്? പിന്നെ ഇതേ ഒരു ഗേൾ ടീഷർട്ട് മമ്മയ്ക്ക് പിന്നെ വയ്ക്കാം. വെച്ചതാ. ഇത് പിള്ളേരുടെയാ, മമ്മയുടെ വെച്ച മോൻ്റെ തലയിൽ കയറാൻ പറ്റില്ല. പിള്ളേർക്കുള്ള എൻ്റെ തല വയ്ക്കുമ്പോൾ വലുതാവും, പിന്നെ വാവച്ചിക്ക് വെക്കാൻ പറ്റില്ല. അടുത്തത് ഇതേ വാവച്ചി
ഒരു ടീഷർട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. എന്നാൽ ഇത് വെച്ച് നോക്കിക്കേ, നിങ്ങൾ സൈഡിൽ വെച്ച് നോക്കിക്കേ. ഇതാ നോക്കൂ, ഉണ്ടോ? ഈ ടീഷർട്ട് ഒരു ജീൻസൊക്കെ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രൗസറൊക്കെ ഇടുവാണെങ്കിൽ, സ്കേർട്ടായാലും മതി അല്ലേ, അടിപൊളി കോംബോ ആയിട്ട് പോകും അല്ലേ ചേച്ചി? ഇതുണ്ടോ, ഇതിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ആവുന്നുണ്ട്. ഇതേ ഈ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ ഇത് മാച്ചിങ് ആവുന്നുണ്ട്. കണ്ടോ, അടിപൊളി ഡ്രസ്സാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ വാങ്ങിച്ചു. അതേപോലെ തന്നെ ഒരു യെല്ലോ ടീഷർട്ട്, ഈ ടീഷർട്ടിനും ജീൻസിനും എല്ലാത്തിനും മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഇതും അങ്ങനെ ഒരു അടിപൊളി ടീഷർട്ട് അല്ലേ, നോക്കിയേ. ഇതിന് 4 ആണോ? ഇതിന് 4 ഒന്നും അല്ല, ഇതിന് 10 ആണ്. പിന്നെ വാവച്ചിക്ക് എന്താ വാങ്ങിച്ചു നമ്മള്? ഇതേ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വാവച്ചിക്ക്. ഇതേ വാവച്ചി നോക്ക്, ഹലോ, പൈസ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇത് മറന്നു പോയാ? ക്യാപ്പ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. വാവച്ചിക്ക് ക്യാപ്പ് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ വാവച്ചി മുടി വെട്ടിയില്ലേ, മുടി വെട്ടിയപ്പോഴത്തേക്ക് വാവച്ചി ക്യാപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചതാണ്. താങ്ക് യു. നോക്കട്ടെ വാവച്ചിക്ക് എങ്ങനെയുണ്ടെന്ന്. ഇരുന്നേ, നന്നായിട്ടുണ്ടോ? വെളിയിൽ പോകുമ്പോ അതൊക്കെ ഇടാം കേട്ടോ. നമ്മുടെ ക്യാപ്പിന് എത്ര രൂപയാന്ന് ചോദിച്ചിട്ട് പറയണ്ടേ? ക്യാപ്പിന് പൈസ വാങ്ങിച്ചില്ലേ അവര്? കിഡ്സ് ക്യാപ്പിന് 10 ആണ്, 10.99. സോ 11 ആയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ക്യാപ്പ് വാങ്ങിച്ചു അല്ലേ? അടിപൊളിയാ ക്യാപ്പ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. അത്രേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഈ ഡ്രസ്സ് ഇത് കാണിച്ചില്ലല്ലോ. പിന്നെ ഒരു ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു കുഞ്ഞി ഫ്രോക്ക്. ഇത് വാവച്ചിക്ക് നല്ല മാച്ചിങ് ആയിരിക്കും. ഇങ്ങനത്തെ ഫ്രോക്ക് ഞാൻ നോക്കി നടക്കുമായിരുന്നു, ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ട്. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രോക്കൊക്കെ. പിന്നെ അതാ വാവച്ചിക്ക് ഡയാന. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പിന്നെ വേറെ കുറേ അൽറ ചില്ലറ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കാണിക്കണ്ടല്ലോ, വാവച്ചിയുടെ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. വാവച്ചിക്ക് അതിലൊഴിക്കല് കഴുകിയിട്ട് കുടിക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കഴുകി തരാം, ഇത് കുടിച്ചോ, കഴുകി തരാം. കഴുകി നന്നായിട്ട് വേണം അത് കുടിക്കാൻ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചല്ലേ, അതിൽ കുറേ പൊടിയൊക്കെ കാണും. ഇത് കുടിച്ചോ. കണ്ട, ഇങ്ങനെയാണ്. ഇത് പുതിയത് വാങ്ങിക്കുവാണെങ്കിൽ ഇത് 2-3 ദിവസം ഇത് തന്നെ ആയിരിക്കും. പിന്നെ ഇത് മടുത്ത് വാങ്ങിക്കും. നമുക്ക് കഴുകി തരാം. അമ്മ വാഷ് ചെയ്തിട്ട് തരാന്നേ, കഴുകി തരാന്നേ, എന്നിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ. പൊടിയാണ് കേട്ടോ, അതേണ്ട പൊടി എടുക്കണം. നമുക്ക് പുതിയ സാധനമല്ലേ, നമ്മൾ പുതിയ സാധനം. പിന്നെ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യണം, എന്നാലും ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ചലഞ്ച് വീഡിയോ വേണോ, ഡേ ഇൻ മൈ ലൈഫ് വേണോ, പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല വ്ളോഗ്സ് വേണോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് വരാം അല്ലേ വാവച്ചി? വാവച്ചി എവിടെ പോയി? സ്വപ്നം കാണുവാണോ? അപ്പം നമ്മൾ വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ. സുഖമാണോ? ഇപ്പോൾ സ്വാഗതമോ? സ്വാഗതമൊക്കെ കഴിഞ്ഞിപ്പോൾ ബൈ പറയാം. ഓക്കെ, ബൈ.